ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇതിന് ഭയങ്കര എൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ കൂടെ ആയിട്ട് എനിക്കായിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമുക്ക് ലൈക്കേഴ്സും സബ്സ്ക്രൈബേഴ്സും ഷെയർസ് കുറവാണ്. ഇതൊന്നും നമുക്കില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അതിലേക്ക് പ്ലീസ് ഒന്ന് അമർത്താം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കൃഷി ഇടാൻ കാണിക്കാനാണ്. അന്ന് ഞാൻ നിങ്ങൾക്കൊരു ഷോർട്ടായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നല്ല കാര്യമുണ്ട്. അന്ന് ഞാൻ നിങ്ങൾക്കൊരു ഷോർട്ടായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം ഷോർട്ടായിട്ട് കാണിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും കുറേ കാര്യങ്ങൾ നട്ടിട്ടുണ്ട്. പിന്നെ കൂടുതലും എൻ്റെ അച്ഛനാട്ടോ നട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ലോങ് ആയി പോവാതിരിക്കാൻ ഞാൻ ഒരു മാങ്ങ വീണിട്ടുണ്ടായിരുന്നു. കഴിച്ചതിൻ്റെ പിറകെ കൂടെ നിങ്ങൾ കണ്ടാൽ എന്തോ എനിക്കറിയില്ല. കണ്ടോ, മാങ്ങയും വീണിട്ടുണ്ട്. ഗൈസ് എന്ത് ചെയ്യാൻ, നമ്മുടെ വീഡിയോ കണ്ട് ഇപ്പോൾ മാങ്ങസ് ആൻഡ് തേങ്ങാസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഗൈസ് അപ്പോൾ അതേ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ടൊമാറ്റോയിലേക്ക് പോവാം. അപ്പോൾ അതേ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മാങ്ങ ഓക്കെ ഇതായിരുന്നു എൻ്റെ പിറകെ കൂടെ വീണ മാങ്ങ. ഒരു മാങ്ങ കൊള്ളാല്. ഇത് എന്ത് മാങ്ങയാണെന്ന് അറിയില്ല കേട്ടോ എനിക്ക്. ഇത് ഈ മരത്തിൽ നിന്ന് വന്ന മാങ്ങയാണിത്. എന്താ ഓക്കെ, എന്തായാലും നമുക്കിതെടുത്ത് ഇവിടെ വച്ചിരിക്കാം കേട്ടോ. വെയിറ്റ് ഗൈസ്. ഓക്കെ, എന്തായാലും എടുത്ത് വച്ചിരിക്കാൻ നമുക്ക് പോകാൻ നേരത്തെ എടുത്തോണ്ട് പോകാം. ഇത് നമ്മുടെ കമ്പിലങ്ങോട്ട് വെച്ചിട്ടേക്ക്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ ടൊമാറ്റോസ് കാണാം കേട്ടോ. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ടൊമാറ്റോ പ്ലാന്റ്സ്, അല്ലെങ്കിൽ എന്താ തക്കാളി ചെടികളെന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ദേ ഇതിലുള്ള ഇത് ഇപ്പോൾ കുറച്ചും കൂടി വലുതായിട്ട് കുറേ തക്കാളികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദേ കണ്ട നമ്മുടെ തക്കാളീസുകൾ കണ്ട. നിങ്ങൾക്ക് ഇങ്ങനെ തക്കാളി ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് അവിടെ പറഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. എനിക്ക് വലുതായിട്ട് എനിക്ക് തക്കാളി ഇഷ്ടമല്ല, കഴിക്കും എന്നാലും വലുതായിട്ട് കഴിക്കില്ല. പിന്നെ ഇത് ഇവിടെ നിൽപ്പുണ്ട് തക്കാളി. യെസ്, പിന്നെ ഇവിടെ അവിടെയും കൂടെ നിൽപ്പുണ്ട് കേട്ടോ. ഉണ്ടോ? ഓക്കെ, പിന്നെ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ മുളക് തേ. ഓക്കെ, അല്ലെങ്കിൽ ചില്ലി പ്ലാന്റ്. അപ്പോൾ ദേ ഇതിൽ അത്യാവശ്യം ചില്ലീസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ദേ ഇത് കണ്ടോ, ഇങ്ങനെ നീർക്കോലിയാണെങ്കിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഇനി കുറച്ചും കൂടെ അതാവും, ഇളഞ്ഞു വരുന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ടാട്ടോ. അപ്പോൾ ദേ അങ്ങനെ. പിന്നെ ഇങ്ങനത്തെ ഇതെന്ന് പറയുന്നത് ദേ ഇതൊക്കെ കണ്ടോ, ഇത് പിന്നെ ദേ ഇതൊക്കെയാണ് പറയുന്നത് നമ്മുടെ എന്താ ഉണ്ടമുളക് എന്നാട്ടോ ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയുന്നത്. അതാണ് ആ സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊന്നും പൂവും കായൊന്നും വന്നിട്ടില്ല. കണ്ടോ, ഇതിലൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇത് നമ്മുടെ ഈ ഒരു സാധനത്തിൽ വന്നിട്ടുണ്ട് ഗായ്സ്. ഉണ്ടോ, നല്ല രസമുണ്ടല്ലോ കാണാൻ. ഇതിൽ മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ബാക്ക് യുവർ പോയിൻറ്റ്. ഇതൊക്കെ ഉണ്ടമുളകാട്ടോ, ഞാൻ നേരത്തെ കാണിച്ചത്. ഇതൊക്കെ ഉണ്ടമുളകാണ്. അപ്പോൾ ഇതിൽ ചില്ലീസ് വന്നിട്ടുണ്ടോ? ഇല്ല, ഫ്ലവേഴ്സ് മാത്രമേ വന്നിട്ടുള്ളൂ അല്ലേ. നിങ്ങൾക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഫ്ലവേഴ്സ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ, അല്ലാതെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഇത് ഇതിൽ മാങ്ങണ്ടിയൊക്കെ കിടക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ഇത് എനിക്ക് തോന്നുന്നു കത്തിരിക്കയാണെന്ന് കേട്ടോ തോന്നുന്നു. എന്തായാലും വഴുതനങ്ങയല്ല, ഇതൊക്കെ കത്തിരിക്കയാണ്. ഇതിലൊക്കെ ഫ്ലവേഴ്സ് വന്നു. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തരണമെന്ന് വിചാരിച്ചു കേട്ടോ, പക്ഷെ സമയം കിട്ടിയില്ല. ഇപ്പോഴാണ് ഞാനിത് കണ്ടപ്പോൾ ഇതെല്ലാം സമയം ചെയ്യാമെന്ന് വിചാരിച്ചു. സൺഡേ അല്ലേ. അപ്പോൾ ഇത് കണ്ടോ, നല്ല രസമുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ശബ്ദം ഇത്രയും ക്ലിയർ ആണോ എന്ന് ചോദിക്കുക. കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ല കേട്ടോ. ഇപ്പോൾ സ്കൂളിലൊക്കെ പോകട്ടെ. സ്കൂളിൽ വന്നതിന് ട്യൂഷനാണ്. ഓക്കെ, 5 മണിക്കാണ് സ്കൂളിൽ നിന്ന് വിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ നമ്മുടെ കത്തിരിക്കയുടെ പൂ വന്നിട്ടുണ്ട്, ഇവിടെ ഫ്ലവർ വന്നിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മുടെ തുമ്പപ്പൂ കൂടി ഇവിടെ നിൽപ്പുണ്ട്. തുമ്പപ്പൂ തനിയെ പിടിച്ച് വന്നു കേട്ടോ. ഇത് ഇവിടെയും വെണ്ടയ്ക്ക, വലിയ വെണ്ടയ്ക്ക ഉണ്ട്. ഓക്കെ, ഇവിടെ ഉണ്ട്. എന്താ ഇത് കണ്ടോ, ഇതിൻ്റെ ഫ്ലവർ
പൂ വന്നിട്ടുണ്ടായി. ഇപ്പം അത് എന്താ വാടിപ്പോയി. വാടിയിട്ട് ഇതിൽ നിന്ന് ഇനി എന്ത് വരും? വെണ്ടയ്ക്കയുടെ പീസ് ഉണ്ടെങ്കിൽ പതുക്കെ പറഞ്ഞു അമ്മ ഇതിന് മുകളിൽ കയറിക്കോളന്ന്. ഓക്കെ, ഇതാണ് നമ്മുടെ വെണ്ടയ്ക്കയുടെ വിശേഷങ്ങൾ. പിന്നെ പയർ ഗൈസ്, പയർ ഇതിനെക്കാട്ടി നന്നായിട്ട് വന്നത് ഞങ്ങളുടെ അത് ആ സ്ഥലത്താട്ടോ നന്നായിട്ട് വന്നത്. ഇത് പിന്നെ ഞങ്ങളുടെ വർക്ക് ഏരിയയാണ്. വർക്ക് ഏരിയയിലൊരു വേസ്റ്റേജ് സ്റ്റോർ ഏരിയ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതുണ്ട്. ഈ പയറിനെക്കാട്ടിയും കൂടുതലും മുളച്ച് വന്നത് ഞാൻ പറഞ്ഞു നേരത്തെ കാണിച്ചതാട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് വെച്ചാൽ നന്നായിട്ട് പന്തലൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട്, കെട്ടിക്കൊടുക്കുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ ജിഞ്ചറാണ് ഗൈസ്. അച്ഛൻ ഇവിടെ ഒരു പരീക്ഷണം നടത്തിയതാട്ടോ. നമ്മുടെ എന്താ ഇഞ്ചി നട്ടു കൊടുത്തതാണ് ഗൈസ്. ഇപ്പോൾ അത് മുളച്ചത് ഗൈസിന് വലിയ സന്തോഷമായി. പിന്നെ നമ്മുടെ അടുത്ത മുളക് ഗൈസ്, വരമുളക് തന്നെ കേട്ടോ. ഇത് പാവയ്ക്ക കേട്ടോ. നമുക്കൊരു പാവ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ കയ്പിത്തിരി കൂടിപ്പോയോ എന്ന് സംശയം. നല്ല കയ്പുണ്ടായിരുന്നു. പിന്നെ അടുത്തതായി വരുന്നത് നമ്മുടെ സ്വന്തം കത്തിരിക്കയാണ്. ഇതും കത്തിരിക്കയാണോ വഴുതനങ്ങയാണോ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള കേട്ടോ അച്ഛൻ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ പുതിയതായിട്ട് ഞങ്ങൾ കുറച്ച് പിടിപ്പിച്ചതാണ്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഗൈസ് ഇപ്പോൾ ഇരിക്കുന്ന അമരയ്ക്ക കേട്ടോ. ഇത് ഈ അച്ഛൻ പ്ലാന്റ് ചെയ്തെടുക്കുകയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല ഗൈസ്, അമരയ്ക്കൊക്കെ വീട്ടിലുണ്ടാവുന്നു. അച്ഛൻ ഇങ്ങനെ കൃഷി ചെയ്തതാണ് ഞാൻ തന്നെ അറിയുന്നത്. അമരയ്ക്ക നമുക്ക് വീട്ടിലും വച്ചിട്ടിരിക്കാൻ കഴിയുമെന്ന്. അപ്പോൾ അടുത്തതായി വരുന്നത് നമ്മുടെ ചീര ഗൈസ്. അത് നമ്മൾ ചീര കാണിച്ചിട്ടുണ്ടായിരുന്നു. ചീരയാണ് അതിൻ്റെ ഇടയ്ക്ക് പച്ചച്ചീരയൊക്കെ നിപ്പിട്ടിട്ട് അത് ഇന്ന് നട്ടതാണ്. ഭയങ്കര പാടി കേട്ടോ. എനിക്ക് നിന്നധികം വെയിലൊന്നും ഇല്ലായിരുന്നു. എന്നാലും ആദ്യത്തെ ദിവസം നട്ടതിൻ്റെ ഒരു സവിശേഷതയായിരിക്കും. പിന്നെ ഇവിടെ ചിഞ്ചി തട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ആദ്യം മുളച്ച് വന്നായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ കണ്ടില്ല ഗൈസ്, ഇതാണെന്ന് തോന്നുന്നു ഗൈസ്. ഇഞ്ചി ഇതല്ലേ ആണോ നീക്കോട്ടെ, എനിക്കറിയില്ല ഗൈസ്. ഇതല്ലെന്ന് കേട്ടോ എനിക്ക് തോന്നുന്നു. ഇതായാലും അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അച്ഛൻ ഇവിടെ ചട്ടിയിലൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ചട്ടി കൃഷി. ഓക്കെ, അത് നമ്മുടെ ചുമയും ചീരയായിരുന്നു. അടുത്ത് തന്നെ പച്ചച്ചീര നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ പച്ചച്ചീരയാണ് ഇവിടെ നിപ്പുള്ളത്. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ, അവിടെ നമ്മുടെ പയർ അവിടെയാണ് നന്നായിട്ട് മുളച്ച് നല്ലൊരു പാകത്തിന് കിട്ടിയതെന്ന് എന്തായാലും കത്തിട്ട്. പിന്നെ ഗൈസ് ഇത് കണ്ടോ, ഈ ഒരു ചീര ഇത് ഞങ്ങൾ ഇതിൽ തന്നെ വച്ച് പിടിപ്പിച്ചതാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എത്ര അങ്ങോട്ട് വളരുന്നതേ ഇല്ല. എങ്ങനെയെങ്കിലൊക്കെ വളർത്തിപ്പിച്ചതാട്ടോ ഇത്. അയ്യോ, ഓക്കെ. അവിടെ ഇതാണ് നമ്മുടെ ആ പയറിൻ്റെ തൊട്ട്. ഇതാണ് ഇത്തിരി കൂടെ നമുക്ക് കിട്ടിയതിൽ ഏറ്റവും പാകവും നന്നായിട്ട് കിട്ടിയത് ഇതാട്ടോ. ഈ വീട്ടിലുണ്ടായ പയർ കഴിക്കുന്ന കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. വെളിയിൽ നിന്ന് കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള ടേസ്റ്റല്ല നമ്മൾ വീട്ടിൽ കൃഷി ചെയ്തെടുക്കുമ്പോൾ അത് കഴിക്കുന്നത്. പിന്നെ ഇതേ നമ്മുടെ മരിച്ചീനി കുറച്ച് ഇവിടെ നിൽപ്പുണ്ട്. ബാക്കിയുണ്ട് കേട്ടോ, ബാക്കി അവിടെ നിൽപ്പുണ്ട്. ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായി മരിച്ചീനി കൃഷി എന്നും പറഞ്ഞ്. അവിടെ പിന്നെ ഇതെന്ന് പറയുന്നത് ഗൈസ് നമ്മുടെ മഞ്ഞളാട്ടോ. ഇവിടെ കുറേ നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ എടുത്തായിരുന്നു കേട്ടോ. അത് എടുത്തിട്ട് അങ്ങ് കൊണ്ടുപോയി വെച്ചാൽ അവിടെ നിന്നാണ് ഗൈസ് ഞാൻ നിങ്ങൾക്ക് ഓർഗാനിക് ഫേസ് പാക്ക് കാണിച്ചിരുന്നത്. അതിൽ നിന്നായിരുന്നു കേട്ടോ. ഇത് എന്തായാലും നമ്മളൊരു മൂട് ഇവിടെ നിർത്തിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇത് ഈ സാധനം കൊണ്ട് ഇതിൻ്റെ പേരെന്തുമായിരുന്നു? ചേമ്പോ അങ്ങനെ എന്തുവാണ്. നമ്മളത് ഒരെണ്ണം വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊരു ഒന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടെ വച്ചതിൽ നന്നായിട്ട് വന്നതിൽ പയർ ഇതുമുണ്ട്. പിന്നെ ഗൈസ് ഇവിടെ ഡൽക്കി ഇവിടെ കിടപ്പുണ്ട് ഗൈസ്. പിന്നെ ഗൈസ് ഞാൻ പാവയ്ക്കയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായില്ല. അതിപ്പോൾ ഒരു വിധമായി കേട്ടോ. ഇപ്പോൾ ഒരുമാതിരി നല്ലി അവിടെയൊക്കെ ചിലർക്ക് പിടിച്ച് വരുന്നുണ്ട്. എന്നാലും ഇപ്പോൾ ഒരുമാതിരി ആയിട്ടുണ്ട്. മഴയൊക്കെ പെയ്ത് എന്തായി ഈ ജൂട്ടൊരുമാതിരി ആയിപ്പോയി. ഓക്കെ, അതെ ഇതുവഴി കൂടെ പോയാൽ നമ്മുടെ ഈ സ്ഥലമായല്ലോ. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ മത്സ്യം കൃഷിയാണ് കേട്ടോ. കമാൺ ഗൈസ്, പച്ചച്ചീര ഞാൻ നല്ല അടുത്ത് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്
ഇവിടെ നമ്മുടെ മരിച്ചീനി നല്ല വലുതായിട്ടുണ്ടല്ലോ. അന്ന് കാണിച്ചതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു ഇപ്പോൾ നല്ല കാടി പിടിച്ച് വലുതായിട്ടുണ്ട്. ഉണ്ടോ? ഇത് എവിടെയും കൂടെ കാണിച്ചു തരാം. ഇത് പിന്നെ മാമിയുടെ രമ്പേല നട്ടതാട്ടോ. ഇവിടെ കണ്ട് ഇതിൻ്റെ ഉൾഭാഗത്ത് എനിക്ക് പോയതിൽ പേടി കേട്ടോ. എല്ലാം കിടന്നറിയാൻ പോലും പറ്റില്ല. ഇത് അവിടെ നമ്മുടെ ചക്ക നിൽപ്പുണ്ട് കേട്ടോ. ചിക്കൻ എന്ന് ചക്ക കാണാൻ പറ്റുമോ? യെസ്, കാണാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും പിന്നെ പോവാം. പിന്നെ ഇതേ നമ്മുടെ വാഴ ഇവിടെ നിൽപ്പുണ്ട്. വാഴ വാഴ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. അവിടെ നമ്മൾ കുറേ മഞ്ഞളുണ്ട് നട്ടതായി. അത് ദേ ഇപ്പോൾ ഇവിടെ മഴ വന്നത് ഇവിടെ നിന്ന് പൊടിക്കുകയാണ് ഗൈസ്. ഇതിപ്പോൾ ഒന്നായി കേട്ടോ. പിന്നെ ഗൈസ് ദേ നമ്മുടെ കത്തിരിക്ക ഇവിടെ ഞാൻ ഇനി കുറേ കത്തിരിക്ക ചെടി കച്ചിട്ട് നിങ്ങൾക്ക് കത്തിരിക്ക കണ്ടില്ല എന്ന് പറഞ്ഞ് ഒരു പരാതി എന്തായാലും വേണ്ട. അപ്പോൾ അതേ നമ്മുടെ മാങ്ങയും കൂടെ എടുത്തിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനത്തെ വീഡിയോസ് ആയി വരുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സായിട്ട് കുറേ കേട്ട് കാണാം. അതിൽ വല്ല പ്രശ്നമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയമില്ല കേട്ടോ. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എന്തായാലും ഹായ്.